നമസ്കാരം. ഒട്ടും പരിചയമില്ലാത്തവരെ പോലും നിമിഷനേരം കൊണ്ട് തങ്ങളുടെ സ്വാധീനവലയത്തിലാക്കുവാൻ കെൽപ്പുള്ള ചില ആളുകളുണ്ട്. വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ ആദരവ് പിടിച്ചു പറ്റാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കുവാനും ഇവർക്ക് സാധിക്കും. അതിക്കൂട്ടരുടെ ജന്മനാ ഉള്ള കഴിവാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ചില രാശികളിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതയാണ്. ഏതെല്ലാമാണ് ആ രാശിക്കാർ എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, അതുപോലെ തന്നെ ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. മേടം രാശിയിൽ ജനിച്ച ആളുകൾ ധൈര്യശാലികളും തൻ്റെ ഇടമുള്ളവരുമായിരിക്കും. ഊർജത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയാണ് ഇവരുടെ ഗ്രഹം. മറ്റുള്ളവരെ നയിക്കുവാനും നേതൃത്വ സ്ഥാനത്തിരിക്കാനുമായിരിക്കും ഇവർക്ക് ഇഷ്ടം. ഏത് സാഹചര്യത്തിലും ഉള്ളിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കുവാനും ഉറച്ച വാക്കുകളിൽ സംസാരിക്കുവാനും ഇവർക്ക് മടിയുണ്ടാവുകയില്ല. ഇവരുടെ തീക്ഷ്ണവും തുറന്നടിച്ചതുമായ പ്രകൃതം പലപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നവരായി ഇവരെ മുദ്രകുത്തുന്നതായി കാണാറുണ്ട്. അടുത്തതായി വരുന്നത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ അരഭാഗം. ശുക്രന് ആധിപത്യമുള്ള ഇടവം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സുരക്ഷയ്ക്കും പ്രശ്നപരിഹാരത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ്. അവരുടെ സ്ഥിരതയും ഇളക്കം തട്ടാത്ത നിശ്ചയദാർഢ്യവും മറ്റുള്ളവർക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുവാനും അവരെ ഭരിക്കുവാനും ഇവരെ സഹായിക്കും. ഇവർ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുവാൻ വളരെയധികം പ്രയാസമാണ്. അതുപോലെ ഇവരുടെ അഭിപ്രായങ്ങളും മാറ്റുവാൻ സാധിക്കുകയില്ല. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ഇടവം രാശിക്കാർ. അടുത്തതായി ഗണത്തിൽ വരുന്നത് മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ പിറന്ന ചിങ്ങം രാശിക്കാരാണ്. സൂര്യരാശിയായ ചിങ്ങത്തിൽ പിറന്നവർ ജന്മന മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ്. ജന്മം കൊണ്ട് തന്നെ നേതൃത്വ ഗുണത്തിന് അർഹരായ ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും അവരെ മുൻപിൽ നിന്ന് നയിക്കുവാനും സാധിക്കും. മറ്റുള്ളവർ തങ്ങളെ ഇഷ്ടപ്പെടണമെന്നും ആരാധിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. ആകർഷകമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ തങ്ങളുടെ പ്രഭാവലയത്തിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി വിശാഖം, അനിഴം, തൃക്കേട്ട. വിശാഖം അവസാന കാൽഭാഗമാണ്. ഇതിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രങ്ങൾ. ചൊവ്വയാണ് വൃശ്ചികം രാശിയുടെ അധിപനായ ഗ്രഹം. തീക്ഷ്ണവും നിശ്ചയദാർഢ്യമുള്ളതും വളരെ ശ്രദ്ധാലുക്കളുമാണ് വൃശ്ചികം രാശിക്കാർ. അധികാരസ്ഥാനത്തിരിക്കുവാൻ യോഗ്യരായ ഇവർക്ക് ശക്തമായ വ്യക്തിത്വമായിരിക്കും ഉണ്ടായിരിക്കുക. ചില സാഹചര്യങ്ങളിൽ ഇവരുടെ വളരെ തീക്ഷ്ണമായ വൈകാരിക അവസ്ഥ കണ്ട് ആളുകൾ ഭയപ്പെടാറുമുണ്ട്. ബന്ധങ്ങളെയും പരിസ്ഥിതിയെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാൻ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരത് വളരെയധികം ആസ്വദിക്കുകയും ചെയ്യും. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. അച്ചടക്കത്തിൻ്റെയും ഘടനയുടെയും ഗ്രഹമായ ശനിയുടെ രാശിയായ മകരത്തിൽ ജനിച്ച ആളുകൾ മികച്ച തന്ത്രജ്ഞരും ആസൂത്രകരുമായിരിക്കും. ലക്ഷ്യതൽപരരും പ്രായോഗിക വ്യക്തിത്വങ്ങളുമായ ഇവരെ ഏത് ആവശ്യത്തിനും ധൈര്യമായി സമീപിക്കാം. ഇവർ കൃത്യമായ ലക്ഷ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. കഠിനാധ്വാനം, നേരെ വാ നേരെ പോ സ്വഭാവവും കാരണം ഇവർക്ക് ഏതു സ്ഥലത്ത് ചെന്നാലും ആരാധകർ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി കുംഭം രാശിയാണ്. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം നക്ഷത്രം ആദ്യ അരഭാഗം, അതുപോലെ തന്നെ ചതയം നക്ഷത്രം, പൂരൂരുട്ടാതി നക്ഷത്രം ആദ്യ മുക്കാൽ ഭാഗം.
ശനിയുടെ തന്നെ മറ്റൊരു രാശിയായ കുംഭത്തിൽ ജനിച്ച ആളുകൾ സർഗാത്മകമായ കഴിവുകളും സ്വന്തം കാലിൽ നിൽക്കുന്നവരും നിലവിലെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുവാൻ മടിക്കാത്തവരുമാണ്. പുതിയ ആശയങ്ങളും പുരോഗമന ചിന്താഗതിയും എപ്പോഴും നേതൃസ്ഥാനം അലങ്കരിക്കുവാൻ ഇവരെ സഹായിക്കുന്നു. ആളുകൾ അവരുടെ സമഗ്രാധിപത്യത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷകളിലേക്ക് എത്തിച്ചേരാനുള്ള ഇവരുടെ കഠിനമായ നിശ്ചയദാർഢ്യം പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകളായി ഇവരെ മുദ്രകുത്തുന്നതിനും കാരണമാകാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.